பேச்செல்லாம் பழிக்காதுடா, இருக்கும் வரைக்கும் அன்ப தருவான். உள்மேல் பூவாக வந்தாரையா, நியாயம் தீர்க்க வருவாரடா. Thank you, team DSS Intermediates. Praise the Lord. കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദന്മാം സൺഡേ സ്കൂളിൻ്റെ 25ാമത്തെ വാർഷിക ഈ ഫംഗ്ഷനിൽ പങ്കുകൊള്ളുവാൻ തക്കണം ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ദൈവം ചൊരിഞ്ഞത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. കുഞ്ഞുങ്ങളെ നമ്മുടെ കർത്താവ് പൈതങ്ങളെ അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളതല്ലോ. വിശേഷിയാൽ ഈ നമ്മൾ നോക്കുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ നമ്മൾ ഈ ഹാളിലിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ ദൈവം കൊടുത്തിരിക്കുന്ന താലന്തുകളെ അവർക്ക് പ്രദർശിപ്പിക്കാൻ തക്കണം ഇങ്ങനൊരു അവസരം കൊടുത്തു. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എത്രയോ ദിവസങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രിയ ടീച്ചേഴ്സ്, കർത്തൃദാസന്മാർ, പ്രിയപ്പെട്ടവർ ഇതിനുവേണ്ടി അധ്വാനിച്ചു. അവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും വിശേഷിച്ചാൽ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ചില വർഷങ്ങൾക്ക് മുമ്പ് സൺഡേ സ്കൂളിനോടനുബന്ധിച്ച് അവർക്ക് പഠിക്കുവാനും ദൈവം കൊടുത്തിരുന്ന താലന്തുകളെ ആ കാലയളവിൽ ദൈവസേനയിൽ അത് വിനിയോഗിക്കുവാനും ദൈവം ഭാഗ്യമൊരുക്കി. എന്നാൽ അവരുടെ ഉപരിപഠനത്തോടുള്ള ബന്ധത്തിൽ അവർ വിദേശങ്ങളൊക്കെ കടന്നു പോയപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ചെന്നപ്പോഴാണ് ദൈവം, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർ ദൈവസന്നിധിയിൽ ദൈവം കർത്താവ് കൊടുത്തിരിക്കുന്ന താലന്തുകളെ അവർ പ്രദർശിപ്പിക്കുമ്പോൾ ഒരു കാര്യം മാത്രമുണ്ട്, അവർ നമ്മളെ വിട്ട് എവിടൊക്കെ അവർ കടന്നു പോയാലും ആ സ്ഥാനങ്ങളിൽ കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ ദൈവം അവർക്കൊരടിസ്ഥാനം ഒരുക്കുന്നത് ഈ സൺഡേ സ്കൂളുകളാണ്. ആയതിനാൽ വിശേഷിയാൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതായ ദൈവസഭയെയും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയും മാതാപിതാക്കളെയും കർത്തൃദാസന്മാരെയും വിശേഷിയാൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവസരം തന്ന ദൈവസഭയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മകനെ, ദിവസവും നിന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കാം. ഞാൻ നിനക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്നു. അതിനിടയിൽ നിന്റെ കഷ്ടപ്പാടുകളിൽ വിശ്വസ്തത പുലർത്തുക. നീ വേഗം എന്നോടൊപ്പം ഉണ്ടാകും. നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും.
സഹോദരങ്ങളെ, നമ്മുടെ ജീവിത പ്രയാണത്തിൽ പലവിധമായ പ്രതിസന്ധികളും വന്നേക്കാം. ദൈവവചനത്തിൽ പറയുന്നത് പോലെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. കഷ്ടമോ നഷ്ടമോ രോഗമോ ദുഃഖമോ നഗ്നതയോ ആപത്തോ ഈർച്ചവാളോ എന്തു വന്നാലും ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്നേഹം എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയെ ധരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. Thank you, team DSS Seniors.
പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. പ്രതിയാൽ ഇങ്ങനെ സൺഡേ സ്കൂളിൻ്റെ ഒരു വാർഷികത്തിൽ കടന്നു വരുവാനും ഇതിന് നേതൃത്വം വഹിക്കുന്ന ദൈവസഭ പ്രതിയാൽ വില കൊടുത്ത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിലൂടെ വളർന്നു വരുന്ന ദൈവമക്കളാണ് ഈ സൺഡേ സ്കൂളിൻ്റെ വാർഷികം. കടന്നു വന്ന ദൈവമക്കൾക്ക്, മാതാപിതാക്കൾക്ക് എല്ലാവരും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രത്യേകം നമ്മുടെ വളർന്നു വരുന്ന തലമുറ ഓരോ സഭയിലും സൺഡേ സ്കൂള് അല്ലെങ്കിൽ PIP അങ്ങനെയുള്ള ക്രമീകരണത്തിലൂടെയാണ് നമ്മുടെ തലമുറകൾ വളർന്നു വരുന്നത്. ഇവിടെ നടക്കുന്ന വില കൊടുത്ത് ഓരോ നമ്മൾ സമയത്തിൻ്റെ ക്രമീകരണങ്ങൾ പറയുമ്പോൾ തന്നെ വില കൊടുത്ത് കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും ഓരോ ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളെടുത്ത് അവർ ചെയ്യുന്ന ഓരോ പ്രോഗ്രാമും അവരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ മാതാപിതാക്കൾക്ക്, സഭയ്ക്ക്, ആമീൻ, ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. എൻ്റെയും എൻ്റെ സഭയുടേതുമായ നന്ദിയും അറിയിക്കുന്നു. ദൈവം ധാരാളമായി കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തട്ടെ. ഈ പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുന്ന ദൈവസഭ അവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം. ഇന്ന് ഇപ്രകാരം ഈ ഒരു അവസരത്തിലൂടെ ആയിരിക്കാൻ കർത്താവ് ഒരിക്കൽ നല്ല സമയത്തിനാണ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ 2007 വന്ന സമയത്ത് ഇവിടെ 2 സൺഡേ സ്കൂളാണ് എൻ്റെ അറിവിൽ മെയിനായിട്ട് ഇവിടെ നിന്നത്. നമ്മുടെ ദമാമിലുള്ള ഇപ്പോൾ ഈ കണ്ടിന്യൂ ചെയ്യുന്ന ഈ സൺഡേ സ്കൂൾ നമ്മുടെ ഷാജി പാസ്റ്റർ ആയിരുന്നു അത് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. കോബാറിൽ അതുപോലെ അക്രബിയാൽ നമ്മുടെ സണ്ണിച്ചാൻ്റെ ഒരു സൺഡേ സ്കൂൾ. ഈ 2 സൺഡേ സ്കൂളുകൾ വളരെ ദമാമിലും കോബാറിലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച് വന്നിരുന്നു. അതിനുശേഷമാണ് പ്രിയ നീലൊക്കെ അവിടുത്തെ അധ്യാപകരും ഒക്കെ ആയി. അതിനുശേഷം ഈ സൺഡേ സ്കൂൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുവാനും അതിനുശേഷം ഞങ്ങളുമായിട്ടൊരു ബന്ധം ഞങ്ങൾക്കൊന്നിച്ച് പ്രവർത്തിക്കാൻ ഒരു അവസരം, പ്രത്യേകിച്ച് 2020 കൊറോണ വന്ന സമയത്ത് ഓൺലൈനായിട്ട് ഈ സൺഡേ സ്കൂളും ഞങ്ങളുടെ സൺഡേ സ്കൂളും മറ്റേകദേശം സൗദി അറേബ്യയിൽ ഏകദേശം ഒരു 85 കുഞ്ഞുങ്ങൾ ഒന്നിച്ച് 1.5 വർഷം ഞങ്ങൾക്ക് സൺഡേ സ്കൂൾ നടത്തുവാൻ ഇടയായി തീർന്നു. പ്രത്യേകിച്ച് ഈ സഭയിലുള്ള പ്രിയ നീലും പ്രിയ ബീച്ചാന് ഇവരെല്ലാവരും വളരെ ആക്റ്റീവായിട്ട് അതിൻ്റെ അകത്ത് നിൽക്കുവാൻ സഹായിച്ചു. അതിനുശേഷം കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഫിസിക്കലി അത് ഡിവൈഡ് ചെയ്ത് ഓരോ ഏരിയയിലേക്ക് മാറ്റി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൺഡേ സ്കൂള് ഈ സൺഡേ സ്കൂൾ തന്നെയായിരുന്നു. ഏകദേശം 30-35 കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിലുണ്ടായിരുന്നു. ഇപ്പോഴും വളരെ അനുഗ്രഹത്തോടെ പ്രിയപ്പെട്ടത് അനുഗ്രഹമായിട്ട് കൊണ്ടുവന്ന് ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ ബീച്ചാന്, പ്രിയ ഓസ്റ്റിൻ പാസ്റ്റർ, പ്രിയ നീലെ, അതോടൊപ്പം അവിടെ നിൽക്കുന്ന ദൈവമക്കൾ എല്ലാവരും ഒന്നിച്ച് ദമാമിൽ അനുഗ്രഹമായിട്ട് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്ന പ്രകാരം ബാലൻ നടക്കുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ദൈവത്തിൻ്റെ വചനം കൊച്ചു കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നാം എത്രമാത്രം പകരുന്നോ അതാണ് അവരെ ദൈവത്തിൻ്റെ കൃപയിൽ കർത്താവിനോട് അടുപ്പിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിൽ വളരുവാൻ, കർത്താവിനെ കൂടുതലായിട്ട് അറിയുവാൻ, ബേസിക്കായിട്ടുള്ള നോളജ് അവർ ലഭിക്കുന്നൊരവസരമാണ് സൺഡേ സ്കൂൾ. അത് മാത്രമല്ല വളരെ കൃത്യതയോടുകൂടി അത് ഒത്തിരി ആക്ടിവിറ്റീസും ഒക്കെ ചേർത്ത് നടത്താൻ ഈ സൺഡേ സ്കൂളിനെ കർത്താവ് ബലപ്പെടുത്തുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദമാമിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടമായിട്ട് അനേക കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയുവാനും കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാനും ദൈവരാജ്യത്തിന് മഹിമയ്ക്ക് വേണ്ടി ആയിത്തീരുവാനും കർത്താവ് ബലപ്പെടുത്തേ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.
ഹലോ ഹലോ ശരി ഹലോ. என்னுயிரான உயிரான உயிரான இயேசு, என்னுயிரான உயிரான உயிரான இயேசு, என்னுயிரான இயேசு, என்னுயிரோடு கலந்து என்னுயிரே நான் உம்மை துதிப்பேன். என்னுயிரே நான் உம்மை துதிப்பேன். என்னுயிரான உயிரான உயிரான இயேசு, என்னுயிரான உயிரான உயிரான இயேசு, என்னுயிரான இயேசு, என்னுயிரோடு கலந்து என்னுயிரே நான் உம்மை துதிப்பேன். என்னுயிரே நான் உம்மை துதிப்பேன். உலகமெல்லாம் மறக்குதையா, உணவு எல்லாம் இனிக்குதையா. உலகமெல்லாம் மறக்குதையா, உணவு எல்லாம் இனிக்குதையா. உன்னாமம் துதிக்கையிலே ஏசையா, உம் அன்பு ருசிக்கையிலே. உன்னாமம் துதிக்கையிலே ஏசையா, உன் அன்பு ருசிக்கையிலே. என்னுயிரான உயிரான உயிரான இயேசு, என்னுயிரான உயிரான உயிரான இயேசு, என்னுயிரான இயேசு, என்னுயிரோடு கலந்து என்னுயிரே நான் உம்மை துதிப்பேன். என்னுயிரே நான் உம்மை துதிப்பேன். உம் வசனம் உணவாகும், உடலுக்கெல்லாம் மருந்தாகும். உம் வசனம் உணவாகும், உடலுக்கெல்லாம் மருந்தாகும். இரவும் பகலுமையா உம் வசனம் வாசிக்கையிலே. இரவும் பகலுமையா
வசனம் வாசிக்கையிலே என் உயிரான 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 இயேசு, என் உயிரான 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 இயேசு, என் உயிரான இயேசு, என் உயிரோடு கலந்து என் உயிரே நான் உம்மை துதிப்பேன், என் உயிரே நான் உம்மை துதிப்பேன், என் உயிரான 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 இயேசு, என் உயிரான 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 இயேசு, என் உயிரான இயேசு, என் உயிரோடு கலந்து என் உயிரே நான் உம்மை துதிப்பேன், என் உயிரே நான் உம்மை துதிப்பேன். പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ കരങ്ങൾ ഇവിടുത്തെ കർത്താവിനെ മുഖപ്പെടുത്തിയാട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ദേമാൻ സഭയുടെ ഈ വാർഷിക വേളയിൽ ഞങ്ങൾക്ക് സഭയായി കടന്നു വന്ന് സംബന്ധിപ്പാൻ ദൈവം സഹായിച്ചതോർ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല പ്രോഗ്രാം, അതേ സ്തോത്രം ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. കടന്നു വന്ന എല്ലാവർക്കും അത് വളരെ അനുഗ്രഹവും സന്തോഷമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നടന്നതായ എല്ലാ പ്രോഗ്രാമും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുവാൻ ഇടയായത്. അതിന് നന്നായി കുഞ്ഞുങ്ങൾ എഫോർട്ട് എടുക്കുകയും അവർ നന്നായി അത് പ്രസൻറ്റ് ചെയ്യുവാൻ ഇടയായി തീർന്നു. അതിനുവേണ്ടി ആ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് വേണ്ടുന്നതായ എല്ലാ സ്റ്റഡി ക്ലാസ് കൊടുക്കുകയും അവരെ അതിനുവേണ്ടി പ്രാപ്തരാക്കുകയും ചെയ്ത അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതായ സംഘാടകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നന്നായി എഫോർട്ട് എടുത്ത് ഇത് ചെയ്യുവാൻ ഇടയായി. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെയുള്ളതായ രീതിയിലൊക്കെ അവരെ വളർത്തി അവർക്ക് വേണ്ടതായ ഉപദേശം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഈ നശിച്ചു പോകുന്ന തലമുറയിൽ അവർ വ്യത്യസ്തരായി നിൽപ്പാൻ ഇടയായിത്തീരും. തിരുവനന്തപുരം നമ്മൾ വായിക്കുന്നത് പോലെ ബാലൻ നടക്കേണ്ടത് വഴി എന്നെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അനേക തലമുറകൾ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമ്മുടെ ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ നമ്മുടെ അടുത്തിപ്പോൾ നമുക്ക് അതേ സ്തോത്രം നമ്മോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. അവരെ നന്നായി ട്രെയിൻ ചെയ്യുവാനും അവർക്ക് നിന്ന ഉപദേശങ്ങൾ കൊടുക്കുവാനും ഒക്കെ കർത്താവ് ഇടയാക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്നതായ കർത്താവിൻ്റെ ദാസൻ, അതേ കൂട്ടുവിശ്വാസികൾ, സഹോദരങ്ങൾ എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. പ്രത്യേകം ഒരു കാര്യം കൂടെ ഉറപ്പിച്ച് ദിവസത്തിൽ ഞാൻ എൻ്റെ വാക്കളെ സ്തോത്രം നിർത്തുകയാണ്. ഏകദേശം 34 വർഷത്തിന് മുമ്പ് പ്രൈസ് ദി ലോർഡ് ഈ സഭയുടെ ഒരു മെമ്പറായിരുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഈ സഭ തുടങ്ങി ചില നാളുകൾ കഴിഞ്ഞ് പ്രൈസ് ദി ലോർഡ് പ്രിയ ബേബിച്ചാനോട് ചേർന്ന് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന സീനിയർ പാസ്റ്റർ ബേബിച്ചാനോടും ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ ദൈവം ഭാഗ്യം ചെയ്തു. അതിൽ ആ കൂട്ടത്തിലുള്ളത് ഒരാൾ മാത്രമേ ഇപ്പോൾ 1-2 പേര് മാത്രമേ ഉള്ളൂ. ഒന്ന് ആൻഡോ, 2 മറ്റ് വേറെ 1-2 ആൾക്കാരുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പഴയ വിശ്വാസികൾ ഞാനും ആൻഡോയും മാത്രമേ ഉള്ളൂ. 34 വർഷത്തിന് മുമ്പ് ഞങ്ങൾക്കും ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ ഇവിടെ നടത്തുവാനും കുഞ്ഞുങ്ങളൊക്കെ നന്നായി ആ സ്തോത്ര കാര്യങ്ങൾ ഇതുപോലുള്ളതായ പ്രോഗ്രാമൊക്കെ നടത്തുവാൻ ദൈവം ഭാഗ്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾ സ്തോത്രം ഗോപാറിലേക്ക് മാറുവാൻ ഇടയായത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് തന്നെ ആയിരുന്നാലും ദൈവത്തിൻ്റെ ദാസന്മാർ പ്രാർത്ഥിച്ചു തുടങ്ങിയതായ ഈ സഭയിൽ ഇന്ന് വരെ 25ാമത്തെ വാർഷികം നിങ്ങൾ ആഘോഷിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ അതേ സ്തോത്രം അന്നത്തെ കാലത്ത് അതേ കണ്ണുനീര് അതേ സ്തോത്രത്തോടെ പ്രാർത്ഥിച്ച് ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് അനേക ദൈവദാസന്മാരുണ്ട്, ദൈവമക്കളുണ്ട്. അത് നിങ്ങൾ വീണ്ടും അതിനെ നന്നായി കൊണ്ടുപോകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഞങ്ങളെ ക്ഷണിച്ച ഈ സഭയ്ക്കും ഇവിടെയുള്ള ദൈവമക്കൾക്കും ഇതിൻ്റെ സംഘാടകർക്കും ഞങ്ങളുടെ സഭയുടെ പ്രത്യേകമായ സ്നേഹ ആശംസകൾ അറിയിക്കുന്നു. പ്രത്യേകം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ പ്രസൻറ്റ് ചെയ്ത എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ ടീച്ചേഴ്സിനെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിൽക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വേദപുസ്തകത്തിൽ ഉടനീളം പ്രത്യാശ വീരന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജീവിത സാഹചര്യങ്ങളും സാധ്യതകളും എല്ലാം എതിരായി നിന്നിട്ടും
പ്രത്യാശയ്ക്കുള്ള ഒരു വക പോലും ഇല്ലാതിരുന്നിട്ടും അവരിൽ ചിലർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വാഗ്ദത്തത്തെ മാത്രം കൈമുതലാക്കി വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിനായി പ്രത്യാശയോടെ കാത്തിരുന്ന് ദൈവത്തിൽ നിന്ന് ശ്രേഷ്ഠമായത് പ്രാപിച്ചു. മറ്റു ചിലർ തങ്ങളുടെ സാമൂഹിക സ്ഥിതികളുടെയും ഒറ്റപ്പെടലിൻ്റെയും നഷ്ടങ്ങളുടെയും നടുവിൽ യേശുവിൽ അർപ്പിച്ച അസാധാരണ വിശ്വാസം കൈമുതലാക്കി യേശുവിന് കഴിയാത്തതായി ഒന്നുമില്ല എന്ന് പൂർണ്ണമായി പ്രത്യാശിച്ച വീരന്മാർ. അവരിൽ ചിലരാണ് നമ്മുടെ മുൻപിൽ കടന്നു വരുന്നത്. അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് എന്താണ് അവർക്ക് നമ്മോട് പറവാനുള്ളത് നമുക്ക് കാണാം. അബ്രഹാമും സാറയും ഇരുവരും വയസ്സ് ചെന്ന് തങ്ങളുടെ ശരീരം നിർജ്ജീവമായി പോയിട്ടും പുത്രോൽപാദനത്തിനുള്ള സാധ്യതകളെല്ലാം അസ്തമിച്ചു പോയിട്ടും ദൈവത്തിങ്കിലുള്ള പ്രത്യാശയിൽ അവർ ക്ഷീണിച്ചില്ല. തൻ്റെ 100-ാം വയസ്സിലും തങ്ങൾക്ക് നിർജ്ജീവമായ ശരീരമാണ് ഉള്ളതെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദത്തം നിർജ്ജീവമായിട്ടില്ലെന്നും വാഗ്ദത്തം ചെയ്ത ദൈവം അത് നിവർത്തിപ്പാൻ ശക്തനെന്നും പൂർണ്ണമായി പ്രത്യാശിച്ചു. ദൈവിക വാഗ്ദത്ത നിവർത്തിയുടെ സമയത്തിനായി അബ്രഹാം ക്ഷമയോടെ 1/4 നൂറ്റാണ്ട് കാത്തിരുന്നു. പ്രത്യാശ വെറും ഒരു തോന്നലല്ല, മറിച്ച് ഒരു തിരഞ്ഞെടുപ്പാണെന്ന് തങ്ങളുടെ ജീവിതത്തിലൂടെ തെളിയിച്ചു. മുന്നോട്ടുള്ള പാത വ്യക്തമല്ലെങ്കിലും പ്രതികൂലങ്ങൾ നിറഞ്ഞതാണെങ്കിലും ദൈവത്തിൻ്റെ സ്വഭാവത്തിലും വാഗ്ദാനങ്ങളിലും നിരാശ കൂടാതെ വിശ്വസിക്കുന്നതാണ് ജീവിക്കുന്ന പ്രത്യാശയെന്ന് അബ്രഹാമിൻ്റെ ജീവിതം വരച്ച് കാണിക്കുന്നു. ജോസഫ് ദൈവത്തിൽ നിന്നും പ്രാപിച്ച ദർശനം മൂലം സ്വന്തം ഭവനത്തിൽ സഹോദരങ്ങളാൽ വെറുക്കപ്പെട്ടവനായി അവരാൽ മരണത്തിന് വരെ ഏൽപ്പിക്കപ്പെട്ടവനായി തീർന്നു ജോസഫ്. പൊട്ടക്കിണറും അടിമ വീടും കാരാഗൃഹത്തിലുമായി ദർശനത്തിലേക്കുള്ള തൻ്റെ ജീവിതയാത്ര വളരെ ദുഷ്കരം നിറഞ്ഞതായിരുന്നു. എന്നാൽ വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശിച്ച ജോസഫിന് താൻ നേരിട്ട ഓരോ പ്രതിസന്ധികളും അവൻ്റെ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കുള്ള ചവിട്ടുപടികളായി ദൈവം തീർത്തു. ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിൽ പോലും ദൈവത്തിൻ്റെ നന്മയിലും പരമാധികാരത്തിലും ആശ്രയിക്കുന്നതാണ് ജീവിക്കുന്ന പ്രത്യാശ എന്ന് ജോസഫിൻ്റെ ജീവിതം നമ്മെ വെളിപ്പെടുത്തി. ഹന്ന മച്ചിയായതുകൊണ്ട് വീട്ടിൽ പോലും നിന്ദിക്കപ്പെട്ടവളായി മാറിയ ഹന്ന ദൈവിക വാഗ്ദത്തത്തിനായി കാത്തിരുന്നു. ഒരു കുഞ്ഞിനു വേണ്ടി ആണ്ടുതോറും മടുക്കാതെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. ഒരു നാൾ തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എന്ന് അവൾ പൂർണ്ണമായി പ്രത്യാശിച്ചു. മാനുഷികമായി സാധ്യതകൾ അസ്തമിച്ചെങ്കിലും ദൈവത്തിൻ്റെ കരത്തിൽ അവൾ അടിയുറച്ച് വിശ്വസിച്ചു. അത് വൻകാര്യങ്ങളെ പ്രവർത്തിപ്പാൻ ശക്തമെന്നും മനുഷ്യന് അസാധ്യമായത് ദൈവത്താൽ സാധ്യമെന്നും അവൾ പ്രത്യാശിച്ചു. അവളുടെ കാത്തിരിപ്പ് നീണ്ടുവെങ്കിലും പ്രത്യാശ അതിനേക്കാൾ വലിയതായതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായത് തന്നെ ദൈവം അവൾക്ക് വേണ്ടി ഒരുക്കി. ഹന്നയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഏത് അസാധ്യമായ വിഷയങ്ങളെയും ദൈവത്തിൽ സമർപ്പിക്കുകയും ദൈവിക പദ്ധതിക്കായി പ്രത്യാശയോടെ കാത്തിരിക്കാൻ തയ്യാറായാൽ ദൈവം നമുക്ക് വേണ്ടി ശ്രേഷ്ഠമായത് ഒരുക്കും. പൗലോസ് അപ്പോസ്തലന്റെ പ്രത്യാശ ക്രിസ്തീയ പ്രത്യാശയുടെ ഏറ്റവും ശക്തമായ മാതൃകയാണ്. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർണ്ണമായും രൂപാന്തരപ്പെട്ടു. പൗലോസ് തൻ്റെ പ്രത്യാശയെ ഭൂമിയിലെ തൻ്റെ നല്ല പ്രവൃത്തികളിലോ യഹൂദ നിയമം പാലിക്കുന്നതിലോ അല്ല കണ്ടത്, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ ലഭിച്ച കൃപയും നീതീകരണത്തിലും ആയിരുന്നു. മനുഷ്യർ പാപികളാണെന്നും നിയമത്താൽ നീതീകരിക്കപ്പെടാൻ
കഴിയില്ലെന്നും പൗലോസ് പഠിപ്പിച്ചു. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ പാപമോചനം ലഭിക്കുമെന്നത് അദ്ദേഹത്തിന് വലിയ പ്രത്യാശ നൽകി. യേശുക്രിസ്തു മൂലമത്രേ നമുക്ക് വിശ്വാസത്താൽ ഈ കൃപ ലഭിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹമാണ് തങ്ങളുടെ പ്രത്യാശയുടെ ഉറപ്പ് എന്നും ആ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും തങ്ങളെ വേർതിരിക്കാൻ കഴിയില്ലെന്നും പൗലോസ് വിശ്വസിച്ചു. പൗലോസിൻ്റെ പ്രത്യാശയുടെ ഏറ്റവും ശക്തമായ ഭാഗം കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഈ ലോകത്തിനപ്പുറമുള്ള നിത്യജീവിതത്തെയും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെയും കുറിച്ചുള്ളതായിരുന്നു. തനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. കർത്താവ് രണ്ടാമത് വരുമ്പോൾ വിശ്വാസികളുടെ ശരീരങ്ങളെ തൻ്റെ തേജസ്സുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യാശ. അതുകൊണ്ട് തന്നെ തടവറയിലും പീഡനങ്ങളിലും വിശപ്പിലും കല്ലേറുകളിലുമെല്ലാം പൗലോസ് തൻ്റെ പ്രത്യാശയിൽ ഉറച്ചു നിന്നു. ചുരുക്കത്തിൽ പൗലോസിൻ്റെ പ്രത്യാശ എന്നത് ഈ ലോകത്തിലെ വിജയത്തിലോ സുഖത്തിലോ ആയിരുന്നില്ല, മറിച്ച് യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നിത്യരക്ഷയിലും ഭാവിയിലെ മഹത്വത്തിലും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ പ്രത്യാശയായിരുന്നു. ഭർത്തിമായി ഒരു ദിവസം യേശു കർത്താവും തൻ്റെ ശിഷ്യന്മാരും കൂടി യെരൂശലേമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യെരിഹോവിലെത്തി. യേശു പോകുന്നിടത്തെല്ലാം തൻ്റെ ശിഷ്യന്മാർ യേശുവിനെ പിൻഗമിച്ചിരുന്നു. വലിയ പുരുഷാരം യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. യെരിഹോവിലെ ഒരു പാതയോരത്ത് തിമായിയുടെ മകനായ ഭർത്തിമായി എന്ന കുരുടനായ ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നു കൊണ്ട് ഭിക്ഷയായിച്ചുകൊണ്ടിരുന്നിരുന്നു. നസറായന യേശു കടന്നു പോകുന്നുവെന്ന് അവന് അറിവ് കിട്ടി. ശിഷ്യന്മാരും വലിയ പുരുഷാരവും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ കുരുടന് ലോകരക്ഷിതാവും സൗഖ്യദായകനുമായ യേശുവിനെക്കുറിച്ചുള്ള കേട്ടറിവ് അവനിൽ വലിയ പ്രത്യാശ നൽകിയിരുന്നു. തൻ്റെ അടുത്തുകൂടി യേശു കടന്നു പോകുന്നു എന്നറിഞ്ഞ ഭർത്യമായി അവൻ അത്യുച്ചത്തിൽ, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. യേശുവേ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ കാണിക്കണമേ. കൂടെ ഉണ്ടായിരുന്നവർ മിണ്ടാതിരിപ്പൻ എന്ന് അവനെ ശാസിച്ചിട്ടും തൻ്റെ വിഷയത്തിന് പരിഹാരം നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന പ്രത്യാശ നിമിത്തം വീണ്ടും അവൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു. ആവശ്യഭാരത്തോടെയുള്ള നിലവിളിക്ക് മുമ്പിൽ യേശു നിന്നു. അവനെ വിളിപ്പിനെന്ന് പറഞ്ഞു. തൻ്റെ അടുക്കലെത്തിയ അവനെ യേശു സൗഖ്യമാക്കി. കാഴ്ച പ്രാപിക്കൂ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എനിക്ക് കാണാം, എനിക്കിപ്പോൾ കാണാം, എനിക്കിപ്പോൾ കാണാം. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും യേശുവിനുള്ള പ്രത്യാശ ഭംഗം വരികയില്ല എന്നും അതിൻ്റെ നടുവിൽ യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികൾക്കായി വഴികൾ ഒരുങ്ങുമെന്നും ഭർത്തിമായുടെ ജീവിതം നമ്മെ കാണിക്കുന്നു. രക്തസ്രാവക്കാരി സ്ത്രീ 12 വർഷത്തോളമായി രക്തസ്രാവ രോഗമുള്ളവളായി തൻ്റെ സമ്പാദ്യമെല്ലാം തൻ്റെ ചികിത്സയ്ക്കായി ചിലവഴിച്ചെങ്കിലും ഒരു രീതിയിലുമുള്ള സൗഖ്യം പ്രാപിക്കാത്തവളായി കിടന്ന സഹോദരി. അവൾ ഏറ്റവും പരവശയായി എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചവളായും തീർന്നു. യേശുവിനെക്കുറിച്ചുള്ള കേൾവി അവളിൽ പ്രതീക്ഷയുടെ നാളങ്ങൾ തീർത്തു. യേശുവിൻ്റെ അടുക്കൽ വന്ന രോഗികൾ സൗഖ്യം പ്രാപിച്ചതായും ആശ്വാസം പ്രാപിച്ചതായും അറിഞ്ഞ അവൾ തൻ്റെ പരിമിതികളും സാമൂഹിക ഒറ്റപ്പെടലും കണക്കിടാതെ യേശുവിന് മാത്രമേ തനിക്ക് ഇനി ഒരു ആശ്വാസം നൽകുവാൻ കഴിയൂ എന്ന് ആർത്തിയോടെ പ്രത്യാശിച്ചു. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ഒന്ന് തൊട്ടാൽ പോലും തനിക്ക് സൗഖ്യം വരും എന്ന് അവൾ വിശ്വസിച്ചു. അവളുടെ വിശ്വാസത്തെ യേശു കണ്ടു അവളെ സൗഖ്യമാക്കി. ഈ സഹോദരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഏത് കഷ്ടതയുടെ നടുവിലും
നിരാശയുടെ നടുവിലും ഒറ്റപ്പെടലുകളുടെയും നഷ്ടങ്ങളുടെയും നടുവിലും എല്ലാവരിലുമുള്ള ആശ നഷ്ടപ്പെട്ടാലും യേശുവിലുള്ള വിശ്വാസം പ്രത്യാശയിലേക്ക് നയിക്കുമെങ്കിൽ അവൻ നമ്മുടെ വിഷയങ്ങൾ തീർക്കുവാൻ മതിയായവനാണ്. അതേ പ്രിയരെ, ഇവരെല്ലാം നമ്മോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്: നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിട്ടില്ല. ഈ മരുഭൂയാത്രയിൽ നാം നേരിടുന്ന പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും രോഗങ്ങളിലും അസാധ്യങ്ങളിലും ഒറ്റപ്പെടലുകളിലും എല്ലാം പെട്ട് നാം പതറിപ്പോകുവാനും നിരാശയിൽ വീണുപോകുവാനും സാധ്യതയുണ്ട്. എന്നാൽ ഇവരുടെ ജീവിതം നമുക്ക് നൽകുന്ന പ്രത്യാശയുടെ ഒരു നല്ല പാഠമുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി ദൈവം തീർക്കുന്നു. ജീവനുള്ള പ്രത്യാശ എന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് സാഹചര്യങ്ങൾക്കതീതമായി നിലകൊള്ളുന്നതുമായ ഒരു ദൃഢമായ വിശ്വാസമാണ്. ഇത് നിത്യജീവനിലേക്കുള്ള വഴി തുറക്കുകയും കഷ്ടതകളിലും ക്ഷമയോടെ മുന്നോട്ടു പോകുവാൻ ശക്തി നൽകുകയും ചെയ്യുന്ന ഒരു പ്രത്യാശയാണ്. ഇത് വെറും ശുഭാപ്തി വിശ്വാസമല്ല, മറിച്ച് യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നിത്യമായ പ്രതീക്ഷയാണ്. ദൈവവചനം പറയുന്നു, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. എല്ലാവരും സ്തംഭിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ നമ്മളെ ചിന്തിപ്പിച്ച് നമ്മളെ ഒരിക്കൽ കൂടെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മുഹൂർത്തത്തിലൂടെയാണ് നാം ഒക്കെ കടന്നു പോകുന്നത്. വെറും ഒരു പ്രോഗ്രാം കാണുന്നതിനപ്പുറമായി എന്തൊക്കെയോ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മേക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പ്രിപ്പയർ ചെയ്യുന്നത്? എങ്ങനെയാണ് നാം കുഞ്ഞുങ്ങളെ അവർക്ക് നമ്മൾ എങ്ങനെയാണ് അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുന്നത്? അത് ചിന്തിപ്പാനുള്ള ഒരു അവസരമായിട്ട് ഞാനിതിനെ കാണുകയാണ്. ആദ്യം നാം എന്ത് ചെയ്യണം? ചൊവ്വയുള്ള മാർഗത്തിൽ നമ്മുടെ തലമുറകൾക്ക് മുൻപാകെ നടന്ന് ശീലിക്കാൻ പഠിക്കണം. ആ പാത അവർ പിന്തുടരുവാൻ തക്കവണ്ണം ദൈവം അവരെയും ഇടയാക്കും. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും നശിച്ചു പോകത്തില്ല. ഏത് രാജ്യത്ത് ചെന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഉയർത്തിയ ദൈവത്തെ, നമ്മൾ ചുമന്ന ദൈവത്തെ, നമ്മൾ ആരാധിച്ച ദൈവത്തെ, നമ്മൾ സേവിച്ച ദൈവത്തെ, നമ്മൾ പിൻപറ്റുന്ന ദൈവത്തെ തീർച്ചയായിട്ടും അവരും പിൻപറ്റും. നാം എങ്ങനെയുള്ളവരായിരിക്കണം? നാം വിശ്വസ്തത പാലിക്കുന്നവരായിരിക്കണം. നാം ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരിക്കണം. എനിക്കറിയാം, ഞാൻ വളരെ അഭിമാനപൂർവ്വം ഞാനിതിനെ കാണുകയാണ്. ഞാനും 100, 101, 120 കുഞ്ഞുങ്ങളുള്ള സൺഡേ സ്കൂൾ നടത്തിയിട്ടുള്ള അധ്യാപകനാണ്. 1 തുടങ്ങി 120 കുഞ്ഞുങ്ങൾ വരെയുള്ള ദമാമിലെ ഏറ്റവും വലിയ സൺഡേ സ്കൂൾ നടത്തിയ വ്യക്തിയാണ്. എനിക്കറിയാം, ഈ വിൽഫി ബ്രദറൊക്കെ കണ്ടിട്ടുണ്ട്. ഈ പ്രോഗ്രാം കണ്ടപ്പോൾ, ഇതിൻ്റെ കോസ്റ്റ്യൂം കണ്ടപ്പോൾ, ഇതിൻ്റെ സബ്ജക്റ്റ് കണ്ടപ്പോൾ, ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും എന്തുമാത്രം എഫർട്ട് ഈ സഭ, ഈ ദൈവദാസന്മാർ, ഈ ടീച്ചർമാർ എത്രമാത്രം എഫർട്ട് എടുത്തെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം. പ്രിയ ദൈവമക്കളെ, കർത്താവിൽ നിങ്ങൾ ചെയ്യുന്ന പ്രയത്നമൊന്നും കർത്താവിൻ്റെ വചനപ്രകാരം വ്യർത്ഥമല്ലെന്ന് അറിഞ്ഞുകൊള്ളുക. ദൈവം പ്രതിഫലം തരും. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. അനേക കുഞ്ഞുങ്ങൾ കടന്നു വരും. ദമാമിൽ അറിയപ്പെടുന്ന സൺഡേ സ്കൂളായി മാറും. ഇന്ന് കടന്നു വന്ന എല്ലാവർക്കും ഇത് അനുഗ്രഹമായി തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസരം തന്ന ദൈവസഭയോടും ദൈവദാസനോടും ഇതിന് ചുക്കാൻ പിടിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും കൃതജ്ഞതയും ദൈവനാമത്തിൽ അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവമായ കർത്താവ് സമൃദ്ധമായി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. பிறந்த நாள் முதலாய் தோளில் சுமந்தீரே, தகப்பனிலும் மேலாய் தனிப்பாசம் வைத்தீரே. பிறந்த நாள் முதலாய் தோளில் சுமந்தீரே, தகப்பனிலும் மேலாய் தனிப்பாசம் வைத்தீரே. மெதுவான தென்றல் கொடுந்த
കൊടുങ്കാറ്റായി മാറി അടിത്ത വേളയിലും എന്നെ കീഴേ വിടവില്ലേ. மெதுவான தென்றல் கொடுங்காற்றாய் மாறி அடித்த வேளையிலும் என்னை கீழே விடவில்லை. பிறந்த நாள் முதலாய் உன் தோளில் சுமந்தீரே, தகப்பனிலும் மேலாய் தனி பாசம் வைத்தீரே. தீங்கு நாளிலே கூடார மறைவிலே ஒளித்து வைத்திரே உம் வேளைக்காகவே. தீங்கு நாளிலே கூடார மறைவிலே ஒளித்து வைத்திரே உம் வேளைக்காகவே. கண்மலை மேல் என்னை உயர்த்தி வைத்தீரே, புது பாடல் என்னாவில் தந்தீரே. கண்மலை மேல் என்னை உயர்த்தி வைத்தீரே, துதிக்கும் புது பாடல் என்னாவில் தந்தீரே. பிறந்த நாள் முதலாய் உம் தோளில் சுமந்தீரே, தகப்பனிலும் மேலாய் தனி பாசம் வைத்தீரே. ഒന്ന് കരമുയർത്താമോ, ആമേൻ പറയാമോ, ഒന്ന് സ്വരമുയർത്താമോ, സ്തുതിച്ചു പാടാമോ. ഒന്ന് കരമുയർത്താമോ, ആമേൻ പറയാമോ, ഒന്ന് സ്വരമുയർത്താമോ, സ്തുതിച്ചു പാടാമോ. നന്മകൾ കാണാമോ, നേരിൻ പാതകൾ തേടാമോ, നേർവഴി കാട്ടി നയിക്കും നാഥനു നന്ദിയതേകാമോ. മനമുയരട്ടെ, സ്വരമുയരട്ടെ, തപ്പുകൾ കൊട്ടാം, തമ്പുരുമീട്ടാം, കരഘോഷത്താൽ ആനന്ദത്താൽ നാഥനെ വാഴ്ത്തിടാം. മനമുയരട്ടെ, സ്വരമുയരട്ടെ, തപ്പുകൾ കൊട്ടാം, തമ്പുരുമീട്ടാം, കരഘോഷത്താൽ ആനന്ദത്താൽ നാഥനെ വാഴ്ത്തിടാം. വചനമെടുത്തിടാം, പാപം ദൂരെ അകറ്റിടാം. മാനവ നന്മ ബഹുജന സേവ ലക്ഷ്യമതാക്കിടാം. വചനമെടുത്തിടാം, പാപം ദൂരെ അകറ്റിടാം. മാനവ നന്മ ബഹുജന സേവ ലക്ഷ്യമതാക്കിടാം.